കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിന്ന് ചോരയൊഴുകുന്ന പോർക്കളമായി മാറിയിരിക്കുന്നു. പുലർച്ചെ ഉപജീവിതത്തിനായി ഇറങ്ങുന്നവരും വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളും ഒരുപോലെ തെരുവ് നായ്ക്കളുടെ കൊലവിളിക്ക് ഇരയാകുന്ന ഭീകരമായ അവസ്ഥയാണ് ഇന്ന് സംസ്ഥാനത്ത് നിലവിലുള്ളത്. നിത്യേനയെന്നോണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നായയുടെ ആക്രമണങ്ങൾ കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് സുരക്ഷിതമായ യാത്രയെന്ന പൗരന്റെ മൗലികാവകാശത്തിനു മേലുള്ള കടുത്ത വെല്ലുവിളിയാണ്. കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും നേരെ അപ്രതീക്ഷിതമായി പാഞ്ഞെടുക്കുന്ന നായ്ക്കൂട്ടങ്ങൾ പലപ്പോഴും മാരകമായ അപകടങ്ങൾക്കും മരണങ്ങൾക്കും കാരണമായി തീരുന്നു. ഭരണകൂടത്തിന്റെ നിസ്സംഗതയ്ക്കിടെ ജനങ്ങളുടെ ജീവന് പുല്ലുവില പോലും ലഭിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ആശുപത്രികളിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഈ ദുരവസ്ഥയുടെ ആഴം നമുക്ക് വ്യക്തമാവും. പേവിഷബാധയേറ്റും കടിയേറ്റും ചികിത്സ തേടുന്നവരുടെ എണ്ണം റെക്കോർഡ് വേഗത്തിലാണ് വർദ്ധിക്കുന്നത്. സ്വന്തം വീടിന്റെ ഉമ്മറത്തോ മുറ്റത്തോ പോലും പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും സുരക്ഷിതരല്ല എന്ന യാഥാർത്ഥ്യം ഭയാനകമാണ്. വയോധികർക്കും സ്ത്രീകൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ പലപ്പോഴും അവരെ ശാരീരികമായും മാനസികമായും തളർത്തുന്നു. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് സമ്മതിക്കുന്ന ഒരു ഭരണകൂടത്തിന് എങ്ങനെയാണ് ഒരു ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുക എന്ന ചോദ്യം ഇന്ന് പ്രസക്തമാണ്. വന്ധ്യംകരണ പദ്ധതികൾ ഫയലുകളിൽ മാത്രം ഒതുങ്ങുമ്പോൾ തെരുവ് നായ്ക്കളുടെ സാമ്രാജ്യമായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്. ചിറയൻകീഴിൽ വ്യാപകമായി തെരുവ് നായ്ക്കളുടെ ആക്രമണം തുടരുകയാണ്. 2 ദിവസങ്ങളിലായി 20ഓളം പേർക്കാണ് കടിയേറ്റത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. നായയെ ചത്ത നിലയിൽ പിന്നീട് കണ്ടെത്തിയെങ്കിലും പഞ്ചായത്ത് അംഗം മനീഷിന്റെ നേതൃത്വത്തിൽ വെറ്റിനറി വിഭാഗം ഉദ്യോഗസ്ഥരെത്തി നായയുടെ സ്രവം ശേഖരിച്ച് പാലോട് വെറ്റിനറി ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 15ഓളം പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ബാക്കിയുള്ളവർ ആറ്റിങ്ങൽ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി. ചിറയൻകീഴ് വലിയകട, കമ്മാളക്കുന്ന്, കുന്തള്ളൂർ, പണ്ടശാല, ശാർക്കര, മഞ്ചാടിപ്പൂട് ബൈപ്പാസ്, കടകം റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നായയുടെ ആക്രമണം ഉണ്ടായത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമടക്കം ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ക്ഷേത്ര ദർശനത്തിന് പോയ ചന്ദ്രൻപിള്ള എന്നയാളെ മഞ്ചാടിമൂട് റെയിൽവേ ഗേറ്റിനടുത്ത് വെച്ചാണ് നായ ആക്രമിച്ചത്. ശ്രീകുമാർ എന്ന 62കാരനെ റോഡിന് സമീപത്ത് വെച്ചു. അഷ്റർ എന്ന വിദ്യാർത്ഥിയെ വീടിന് സമീപത്ത് വെച്ചാണ് നായ കടിച്ചത്. ചത്ത നായ തെരുവിൽ അലയുന്ന മറ്റു നായ്ക്കളെയും കടിച്ചതായി റിപ്പോർട്ടുണ്ട്. പഞ്ചായത്ത് അംഗം മനീഷും പ്രദേശവാസിയായ തമ്പിയും ചേർന്നാണ് ചത്ത നായയെ ചാക്കിൽ കെട്ടി ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചത്. നിയമക്കുരുക്കുകളും സാങ്കേതികതകളും പറഞ്ഞ് അധികൃതർ കൈമലർത്തുമ്പോൾ ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. വന്ധ്യംകരണത്തിനായുള്ള ABC പദ്ധതികൾ പലയിടങ്ങളിലും പാതി വഴിയിൽ നിലച്ച മട്ടാണ്. ആവശ്യത്തിന് മൃഗഡോക്ടർമാരില്ലാത്തതും വന്ധ്യംകരണ കേന്ദ്രങ്ങളുടെ അഭാവവും നായ്ക്കളുടെ എണ്ണം പെരുകാൻ കാരണമായിട്ടുണ്ട്. പേവിഷബാധയുള്ളതും അക്രമാസക്തവുമായ നായ്ക്കളെ കൊന്നൊടുക്കാൻ അനുമതി തേടി സർക്കാർ കോടതികളെ സമീപിച്ചിട്ടുണ്ടെങ്കിലും മൃഗസ്നേഹികളും അവരുടെ സംഘടനകളുടെ കടുത്ത എതിർപ്പും ഈ നീക്കങ്ങൾക്ക് തടസ്സമായിരിക്കുകയാണ്. മനുഷ്യജീവനേക്കാൾ വില മൃഗങ്ങൾക്കാണോ എന്ന രോഷം ജനങ്ങൾക്കിടയിൽ പുകയുന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിലെ പാളിച്ചകളും തെരുവ് നായ്ക്കൾ പെരുകാൻ കാരണമാകുന്നുണ്ട്. പൊതുവഴികളിലും ജംഗ്ഷനുകളിലും തള്ളുന്ന മാലിന്യങ്ങൾ നായ്ക്കൂട്ടങ്ങളുടെ താവളമായി മാറുന്നു. പേവിഷബാധ തടയാനുള്ള വാക്സിനേഷൻ ഡ്രൈവുകൾ പലപ്പോഴും പേരിന് മാത്രമായി ഒതുങ്ങുകയാണ്. ഓരോ വാർഡിലും പ്രത്യേക കർമ്മസേനകൾ രൂപീകരിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ പ്രായോഗിക തലത്തിൽ എങ്ങും എത്തിയിട്ടില്ല. കൃത്യമായ ആസൂത്രണമോ ഇച്ഛാശക്തിയോ ഇല്ലാത്ത ഇത്തരം പദ്ധതികൾ കൊണ്ട് ജനങ്ങളുടെ ഭീതി മാറ്റാൻ കഴിയില്ല. ഇനിയും എത്ര ചോര വീണാലാണ് അധികാരികൾ കണ്ണു തുറക്കുക എന്ന ചോദ്യം ബാക്കിയാക്കി കേരളത്തിന്റെ തെരുവുകൾ ഇന്നും മരണത്തിന്റെ നിഴലിലാണ്.